തിരുവനന്തപുരത്ത് ഉള്ളൂരിലും അതോടൊപ്പം ചെമ്പഴന്തി അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ CPM-ന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. അത് CPM-ൻ്റെ വിജയപ്രതീക്ഷയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? കോൺഗ്രസിന് അത് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, ഞങ്ങളുടെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത് പാർട്ടിക്കകത്തുള്ള അന്തഛിദ്രങ്ങളായിരുന്നു. ഇത്തവണ അതില്ല. പരമാവധി പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എതിർ പാർട്ടികളിലുണ്ടാകുന്ന വിള്ളലുകൾ ഞങ്ങൾ മുതലെടുക്കാൻ നോക്കും. അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചായിരിക്കും? അല്ല, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ഇപ്പോൾ നഗരസഭ പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം, സംഘടനാ പ്രവർത്തനമൊക്കെ തന്നെയും കാര്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം നേരത്തെ ഉയർന്ന വലിയ വിമർശനം CPM എപ്പോഴും സംഘടനാ പ്രവർത്തനം കൃത്യമായി നടത്തുകയും അടിത്തട്ടിൽ സംഘടനയെ കെട്ടുറപ്പോടുകൂടി തന്നെ നയിക്കുകയും ചെയ്യും. കോൺഗ്രസിൽ പല തരത്തിലുള്ള അപശബ്ദങ്ങളും വിള്ളലുകളും ഒക്കെ തന്നെയും ഉണ്ടാകും. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്നുള്ള ഫീലിംഗ് പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാം മറന്നുകൊണ്ട് അവർ സജീവമായിട്ട് ഫീൽഡിലുണ്ട്. അതാണ് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്.